ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളെല്ലാവരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ഇല്ലേ? ചിലപ്പോൾ അത് മഹാവിഷ്ണു രൂപമായിരിക്കാം, അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണ രൂപമായിരിക്കാം. അങ്ങനെ പല പല രൂപങ്ങളിലും ഭാവങ്ങളിലുമൊക്കെ തന്നെ പല ക്ഷേത്രങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നിർബുദ്ധി ഇല്ലായ്ക. അത് നമ്മൾ വിചാരിക്കും ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത് പഠിക്കുന്ന കുട്ടികൾക്കാണ് വേണ്ടതെന്ന്. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായ ബുദ്ധി ഉണ്ടാകണം. അതുമാത്രം പോരാ. അവർക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നതിനും നല്ല രീതിയിൽ പഠിക്കുന്നതിനും പഠിത്തത്തിൽ ഉഴപ്പാതിരിക്കുന്നതിനും മറ്റ് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മോചിതരായി നേർവഴിക്ക് പോകുന്നതിനും അവർക്ക് ബുദ്ധി വേണം. അല്ലാതെ പഠന വിഷയങ്ങളിൽ മാത്രമല്ല ബുദ്ധി വേണ്ടത്. ഒരു പ്രത്യേകിച്ച് ജോലിയില്ലാതെ വീട്ടുജോലി എടുത്തിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്കും ബുദ്ധി വേണം. എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ആ ബുദ്ധി? നല്ല രീതിയിൽ അവരുടെ കുടുംബം കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ബുദ്ധി അവർക്ക് വേണം. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതിന് ഒരു ബുദ്ധി അവർക്ക് വേണം. വീട്ട് ചിലവിനാവശ്യമായ പണം കുടുംബനാഥൻ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് ചിലവാക്കാനും അതിൽ നിന്നും മിച്ചം പിടിക്കാനും ഉള്ള ഒരു ബുദ്ധി അവർക്ക് വേണം. ജോലിക്ക് പോകുന്ന അതൊരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, അവർക്കത് നല്ല രീതിയിൽ ചെയ്യുന്നതിനും ആ ജോലിയിൽ ഒരു ദോഷവും ഉണ്ടാകാതെ അതിനെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടും ഉയർന്ന അവസരങ്ങൾ ലഭിക്കുന്നതിനാവശ്യമായ ബുദ്ധിയും, അങ്ങനെ ഒരു മനുഷ്യന് എന്തിനു പറയുന്നു, ഒരു ബിസിനസ് ചെയ്യുന്നവനായിക്കോട്ടെ, എല്ലാവർക്കും ചതിയിൽപ്പെടാതിരിക്കാൻ എല്ലാവർക്കും ബുദ്ധി ആവശ്യമാണ്. നമ്മുടെ ഒരു വിചാരം പഠിക്കുന്ന കുട്ടികൾക്ക് മതി ബുദ്ധി, അതിനുശേഷം പിന്നെ എല്ലാം കേമായി എന്നാണ് ഒരു ചിന്ത. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പല ആപത്തിലും ചെന്ന് വീഴുന്നത് നമ്മുടെ ബുദ്ധിക്കുറവ് കൊണ്ടാണ്. ഈ ബുദ്ധിക്കുറവ് നമുക്ക് പല രീതിയിലുണ്ടാകാം. അത് ഒന്ന് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി കൊണ്ട്, നമ്മുടെ കുടുംബപരമായ ചുറ്റുപാടുകൾ കൊണ്ട്, ലോകത്തെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടൊക്കെ നമുക്ക് ആ ഒരു ബുദ്ധി കുറവുണ്ടാകാം. പിന്നെ പണ്ട് മുതലേ നമുക്ക് ആളുകളെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ബുദ്ധിക്കുറവ് പണ്ട് മുതലേ കാണും, അങ്ങനെയും ഉണ്ടാകാം. പിന്നെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. എല്ലാവരെയും അങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ബുദ്ധിക്കുറവുണ്ടാകാം. ഇങ്ങനെയുള്ള ബുദ്ധിശൂന്യത നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആപത്തുകൾ കൊണ്ടുവന്ന് തരും. പഠിക്കുന്ന കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ, എല്ലാ വിഷ്ണു ക്ഷേത്രത്തിലും അല്ലെങ്കിൽ എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ത്രിമധുരം എന്ന് പറഞ്ഞ ഒരു വഴിപാട് കാണാറുണ്ട്. പക്ഷേ നമ്മൾ പലരും അതിനെ വളരെ നിസ്സാരമായി കാണാറുണ്ട്. ത്രിമധുരം ഒരു കുഞ്ഞു വഴിപാടാണല്ലേ? പക്ഷെ വലിയ വലിയ വഴിപാടുകളൊക്കെ നമ്മൾ നടത്തും. പക്ഷേ ഈ ത്രിമധുരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് നിരന്തരമായി ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കല്പം ബുദ്ധി കുറവുണ്ട്. അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ശേഷി നമുക്കില്ല. നിരന്തരമായി നമ്മൾ ചതിയിൽപ്പെടുന്നു. നിരന്തരമായി ഒരാൾ നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു, സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിപാട് കഴിപ്പിക്കണം. അതുപോലെ സ്ഥിരമായി ഈ വയറിന് പ്രശ്നം, അങ്ങനെ ഒരു ആളുകളുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ എപ്പോഴും നമുക്ക് വയറ്റിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം പോലെ തോന്നും. അത് നമ്മുടെ നിത്യജീവിതത്തെ ബുദ്ധിമുട്ടിക്കും. അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ തന്നെ ഈ ത്രിമധുരം കഴിപ്പിക്കണം. ഇതെങ്ങനെയാണ് കഴിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങളത് കഴിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നുകിൽ നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ത്രിമധുരം കഴിപ്പിക്കണം. വ്യാഴാഴ്ച ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ വഴിപാട് കഴിപ്പിച്ചിട്ട് അത് വെറും വയറ്റിൽ കഴിക്കണം.
നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ഭഗവാനോട് പറഞ്ഞ് അതിനൊരു മാറ്റം ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് ചെയ്യണം, കഴിക്കണം. പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എല്ലാ വ്യാഴാഴ്ചയും കഴിപ്പിച്ചിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ മാസത്തിൽ ഒരു വ്യാഴാഴ്ച അങ്ങനെ വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാ പക്കനാൾ തോറും, അതായത് അവരുടെ പക്കനാൾ എല്ലാ മാസവും വരുമല്ലോ അവരുടെ നാൾ, ആ നാൾ ചിന്തിച്ചിട്ട് ആ ദിവസം ചെയ്യാം. അതല്ലെങ്കിൽ അനുജന്മ നക്ഷത്രത്തിലും ചെയ്യാം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് കഴിപ്പിക്കണം. കുട്ടികളെ ആയാലും നമ്മളായാലും അത് കഴിക്കണം. അതും വെറും വയറ്റിൽ കഴിക്കണം. അപ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത്. എൻ്റെ ഒരു പ്രശ്നം, ഇങ്ങനെയൊരു പ്രശ്നം എനിക്കുണ്ട്, ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം എന്ന് ഭഗവാനോട് പറയുക. ഭഗവാൻ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി തരും എന്ന് ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകും. 100% ഉറപ്പാണ്. നമ്മൾ വളരെ നിസ്സാരമായി കരുതുന്ന ഒരു വഴിപാടാണ് ഇത്. പക്ഷേ അത്ഭുതമായ ഫലസിദ്ധിയാണ് ഈ വഴിപാടിനുള്ളത്, ത്രിമധുരം. ഇനി എനിക്ക് നല്ല ബുദ്ധിയാണ്, എൻ്റെ കുട്ടിക്കും നല്ല ബുദ്ധിയാണ്, ഞാൻ നല്ല രീതിയിൽ ആണ് എൻ്റെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ കാണും. കുട്ടി നന്നായി പഠിക്കുന്നുണ്ട്, അവർക്കും ഇത് കഴിക്കണം. കാരണം നാളെ ഒരു പ്രശ്നം അവർക്കുണ്ടാകരുത്. കുട്ടി നാളെ പഠിത്തത്തിൽ പുറകോട്ട് പോകരുത്. കുട്ടിയെ മറ്റുള്ളവർ പഠിക്കുന്നതിൽ നിന്നും പുറകോട്ട് വലിക്കരുത്. മറ്റുള്ളവരുടെ കണ്ണുദോഷം അല്ലെങ്കിൽ നാവുദോഷം അതൊന്നും നമ്മുടെ കുട്ടിക്ക് ഏൽക്കരുത്. നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നത് കാണുമ്പം ചുറ്റുപാടുമുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാകരുത്, നമുക്കൊരു കുഴപ്പമുണ്ടാകരുത്. അതിന് വേണ്ടിയിട്ട് ഈ ത്രിമധുരം കഴിക്കുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് രാവിലെ തന്നെ കഴിപ്പിക്കണം, വെറും വയറ്റിൽ കഴിക്കുകയും വേണം. അതാണ് നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. നമ്മുടെ എല്ലാ നാളുതോറുമാണ് നമ്മൾ കഴിപ്പിക്കുന്നത് എങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാലും നമ്മുടെ നാളിൻ്റെ അന്ന് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ അനുജന്മ നക്ഷത്രത്തിൽ, ആ മാസം വരുന്ന അനുജന്മ നക്ഷത്രത്തിൽ കഴിപ്പിച്ചാലും മതി. അതും നല്ലത് തന്നെയാണ്. വെറും വയറ്റിൽ കഴിക്കണം, അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന വഴിപാടുകളൊന്നുമല്ല ഇത്. ഇനി ഇത് കഴിക്കുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിച്ചുകൊണ്ട് കഴിക്കണം. ഈ കാര്യമാണ് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഇങ്ങനെയൊന്ന് കഴിപ്പിച്ച് നോക്കുക, തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ശത്രുക്കളുടെ ദോഷങ്ങളൊക്കെ അകലും, നമുക്ക് നേർബുദ്ധി ഉണ്ടാകും. നേർബുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം എങ്കിൽ മാത്രമേ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ നമുക്ക് മുമ്പോട്ട് ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. കുഞ്ഞുങ്ങൾക്കായാലും വലിയ ആളുകൾക്കായാലും, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക്, ഇവർക്ക് വളരെ നിർബന്ധമായിട്ടും അവരുടെ പേരിൽ കഴിപ്പിക്കേണ്ടുന്ന ഒരു വഴിപാടാണ് ഈ ത്രിമധുരം എന്ന് പറയുന്നത്. എല്ലാവരും അങ്ങനെയൊന്ന് ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.